വാപ്പ ചെയ്ത ദ്രോഹങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ വാപ്പ അവിടെ ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് RSSനെ ഭീകര സംഘടനയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമൊക്കെ ചിദംബരത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അത് എൻ്റെ വാപ്പ അറിയാതെന്നല്ല. എന്നാലും മറ്റേ ഹരിയാനയിലെ മറ്റേ ഡോക്ടർ പണി ചെയ്ത ഹോസ്പിറ്റലിൽ ഇവൻ്റെ വാപ്പാൻ്റെ പ്രത്യേക താല്പര്യത്തിന് പുറത്ത് അനുമതി കിട്ടുകയാണ്. അപ്പോൾ ഇവൻ്റെ വാപ്പാൻ്റെ താല്പര്യം വേറെ ആയിരുന്നു. കോൺഗ്രസ് ഇങ്ങനെ ആക്കുന്നതിൽ ഇവൻ്റെ വാപ്പാക്ക് വലിയ പങ്കുണ്ട്. മനസ്സിലായല്ലോ. അല്ല, ആ കാലത്ത് ഇത്രയും പരാജയങ്ങൾ ഉണ്ടായിട്ടില്ല. ആ കാലത്ത് പരാജയം കോൺഗ്രസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അത് നരേന്ദ്രമോദിനെ പോലെ ടെററിസം പേഴ്സണാലിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ മനസാക്ഷി ഉണ്ടാക്കിയ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ BJPയിൽ ലീഡർഷിപ്പ് ബാക്ക് ഉണ്ടായിരുന്നു. അഡ്വാനി പോരാതാനും ഇങ്ങനെ വന്നതുമില്ല. നരേന്ദ്രമോദി എമേജ് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നു. അല്ല എൻ്റെ വാപ്പാൻ്റെ പ്രത്യേക കഴിവുകൊണ്ടൊന്നല്ല. എൻ്റെ വാപ്പാൻ്റെ പ്രത്യേക കഴിവുണ്ടെങ്കിൽ എൻ്റെ വാപ്പ സ്ഥാനം ചെയ്യുമ്പോഴെങ്കിലും നശിച്ചു. അത് നിനക്ക് കഴിവുണ്ടെങ്കിൽ നിൻ്റെ അണ്ടറിലെ ഒരു പാർട്ടി നീ മരിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷമെങ്കിലും ഓടും. എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തോൽവി തുടങ്ങിയത്. എന്ത് ഇവനെ വാപ്പ കണ്ടില്ലായിരുന്നു. അല്ല, സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെ ഉപദേശങ്ങൾ നൽകുന്ന അതാണ് പറഞ്ഞത്. ഉരുക്കു മനുഷ്യനെന്നല്ല, അയാളാണ് കോൺഗ്രസിന്റെ ഈ ഒരു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.